UDF പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിചാരണ സദസ്സ് നടത്തി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂർ പോളിടെക്നിക് കോളേജിൽ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ KSU പ്രവർത്തകരെയും വേദിയിൽ അനുമോദിച്ചു. UDF പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. നവകേരള സദസ്സ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടി തീർത്തും ജനവിരുദ്ധമാണെന്ന് വിചാരണ സദസ്സിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകൾക്ക് തനത് വരുമാനമില്ലാത്ത പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എങ്ങനെ ഈ പണം കൊടുക്കും? ഇതുപോലെ കേരളത്തിലെ ഗതികേടിലെത്തിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ MP-മാർ ബെന്നി ബെഹനാനും NK പ്രേമേന്ദ്രൻ അടക്കമുള്ള UDF-ന്റെ MP-മാർ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു. UDF MP-മാർ പറഞ്ഞത് എന്താണ്? കേരളത്തിന് ന്യായമായി കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം, കേരളത്തോട് അവഗണന പാടില്ല, കേരളത്തിന് കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ മുന്നോട്ട് വന്നു. അതിന്റെ പ്രയോജനമുണ്ടായി. ഇപ്പൊ 3000 കോടി രൂപ കടമെടുത്ത 3000 കോടി രൂപ അടുത്ത വർഷത്തിലേക്ക് മാറ്റി ഒരാശ്വാസം നൽകി നമ്മുടെ MP-മാർ പോയ ശേഷമാണ്. ഞാൻ കേരളത്തിലെ UDF MP-മാരെ അഭിനന്ദിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും കേരളത്തിലെ MP-മാരെ അഭിനന്ദിച്ചിട്ടില്ല, അപമാനിക്കുകയാണ്. കേരളത്തിലെ MP-മാരെ മുഖ്യമന്ത്രി പുലഭ്യം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, തോമസ് ചാഴിക്കാടൻ MP പാവം പാലായിൽ സ്വാഗത പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു, റബ്ബറിന് നമ്മുടെ വിലസ്ഥിരതാ ഫണ്ട് 250 വർദ്ധിപ്പിക്കണം. LDF-ന്റെ പ്രകടന പത്രികയിലുള്ള കാര്യമാണ്. അത് പറഞ്ഞ തോമസ് ചാഴിക്കാടനെ ഈ മുഖ്യമന്ത്രി എന്തെല്ലാം പുലഭ്യമാണ് പറഞ്ഞത്. പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. MP NK പ്രേമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. 81% ഗവൺമെന്റിന്റെ പിന്തുണയാണെന്ന് വരെ മനോരമ പറഞ്ഞു വെച്ചു. 81% ഗവൺമെന്റിന് പിന്തുണയാണെങ്കിൽ എങ്ങനെയാണ് 20 ലോക്സഭാ സീറ്റിൽ 17 സീറ്റും UDF-ന് കിട്ടുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതുമില്ല. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. ജനം, ഞാൻ ഇത്രയും അറപ്പ്, വെറുപ്പ് മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു അമ്മച്ചി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ജനതയുടെ പ്രതികരണമാണ്, പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധമാണ്. സത്യത്തിൽ ആ അമ്മച്ചി ദിനേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റെടുക്കാൻ ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് കിട്ടിയതുകൊണ്ടും മുനിസിപ്പാലിറ്റി കിട്ടിയതുകൊണ്ടും പാർലമെന്റ് കിട്ടിയതുകൊണ്ടും ഒരു കാര്യവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ 2 തെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച ജനമുന്നേറ്റം നടത്തി പോകാൻ നമുക്ക് കഴിഞ്ഞാൽ 2026 കേരളത്തിന്റെ രാഷ്ട്രീയം. പെരുമ്പാവൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന വിചാരണ സദസ്സിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. പെരുമ്പാവൂർ പോളിടെക്നിക് കോളേജിലെ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ KSU പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.